രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. രാജിയില്ല, സസ്പെൻഷൻ മതി എന്ന നിലപാടിലേക്ക് ഒടുവിലെത്തിച്ചേരുകയാണ് ഉണ്ടായത്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പിന്നീട് അയയുകയാണ് ചെയ്തത്. KR സാജു തുടരുന്നുണ്ട്. സാജു, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കേട്ടിട്ടില്ല എന്ന പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണം കേൾക്കാൻ കൂടി തയ്യാറെടുക്കുകയാണോ പാർട്ടി? അത്തരം നടപടികളിലേക്ക് സാധാരണ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് നേതൃത്വം പറയുന്നില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടോ, നിയമസഭയിൽ എത്തുമോ, അല്ലെങ്കിൽ നിയമസഭയിൽ നിന്നും അവധിയെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ച് ഹൈക്കമാൻഡ് അനുമതിയോടുകൂടിയായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. രാജിയില്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനാണ് എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. പക്ഷേ ഇത് അന്വേഷണമില്ലാത്ത സസ്പെൻഷനാണ് എന്നാണ് ഇപ്പോൾ. അന്വേഷണ വിധേയമായി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഇതിനകത്ത് ഔദ്യോഗികമായ അറിയിപ്പ് KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുമാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കില്ല. ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടമായതിനു പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം കൂടി അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു. ഇതിലേക്ക് നേരത്തെ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്ന കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിനെതിരായ വികാരം പിന്നീട് പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടായി. ഒരു FIR-ഓ ഒരു കോടതി ഉത്തരവോ ഒന്നുമില്ലാതെ MLA സ്ഥാനം രാജിവെക്കുന്ന രീതി ശരിയായ കീഴ്വഴക്കമല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഇതിനു മുമ്പ് ആരോപണമുയർന്നവരെന്നും ഇത്തരത്തിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അത് ഇരട്ട നീതിയാകും എന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ KPCC പ്രസിഡന്റിനെ ബോധിപ്പിച്ചു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച ഭിന്നാഭിപ്രായങ്ങൾ രൂപം കൊണ്ടു. ആ ഭിന്നാഭിപ്രായങ്ങളുടെ സാഹചര്യവും ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഭീതി നേതൃത്വത്തെ വല്ലാതെ അലട്ടി കടുത്ത നടപടികളിലേക്ക് പോയി. പുത്തൻ രാഷ്ട്രീയ ധാർമ്മികത കേരളത്തിൽ സൃഷ്ടിക്കാം, അങ്ങനെ കോൺഗ്രസിന് അത് വലിയ മൈലേജ് ഉണ്ടാക്കാം എന്ന് നേതൃത്വം ആലോചിച്ചിരുന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഭീതി കോൺഗ്രസ് നേതൃത്വത്തെ പിന്നോട്ട് വലിച്ചു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വലിക്കുന്നതിലേക്ക് ഇടയാക്കിയത് ചില നിയമവിദഗ്ധരുമായി കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അവർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിയമോപദേശമാണ് നൽകിയത്. ചില മറ്റ് കേരളത്തിന് പുറത്തുള്ള ഹൈക്കോടതികളുടെ വിധികൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് അത്തരം ഒരു നിയമോപദേശം നേതൃത്വത്തിന് ലഭിച്ചു. സാജു, ഇനിയിപ്പോൾ തുടർ നീക്കങ്ങൾ ഈ രാഹുലിന്റെ കാര്യത്തിൽ തന്നെ നിരവധി ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊരു വിശദമായ പരിശോധനയിലേക്കായിരിക്കുമോ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കടക്കുക? ഇപ്പോൾ ഒരു അന്വേഷണ സമിതിയൊന്നും കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടില്ല. ദിവ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് ഇപ്പോൾ എടുത്ത കേരളത്തിലെ തീരുമാനം എന്താണെന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കണം. ഹൈക്കമാൻഡിന്റെ കൂടി അനുമതിയോടുകൂടി മാത്രമേ ഇക്കാര്യം നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇതൊരു സസ്പെൻഷനിൽ ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നു. രാജി എന്ന കാര്യം ഇല്ല. രാജി വേണമെന്ന ആവശ്യം കോൺഗ്രസിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഉയർത്തിയെങ്കിലും അതിനെ നിരാകരിക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടായത്. അത് KPCC അധ്യക്ഷൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അത്തരം ഒരു വികാരമുണ്ടായി. CPM ഒരുക്കുന്ന പ്രചാരണ പരിപാടികളിൽ വീണുപോകരുത് എന്ന ആവശ്യം കൂടി ഇതിനൊപ്പം ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഭീതി കോൺഗ്രസിനെ വല്ലാതെ അലട്ടി. ഇതിനോടൊപ്പം തന്നെ ഇരട്ട നീതി എന്ന പ്രശ്നം ഉയർന്നു വന്നു. അങ്ങനെ വർക്കിംഗ് പ്രസിഡന്റുമാരും MP-മാരും ചില MLA-മാരും അടക്കമുള്ളവർ ഈ രാജിവെക്കണം എന്ന ആവശ്യത്തോട് എതിർപ്പുയർത്തി. അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ മാതൃകാപരമായ നടപടി എടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ നടപടിയാണ് എന്ന് പൊതുസമൂഹത്തിൽ വിശദീകരിക്കാൻ കഴിയുമെന്ന നിലപാട് അത്തരം നേതാക്കൾ എടുത്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നുകൂടി ഒഴിവാക്കിയേക്കാം. അങ്ങനെ അവധിയെടുക്കണമെന്ന നിർദ്ദേശം നൽകാം. പക്ഷേ അതൊക്കെ രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ നിലപാടിൽ നിന്ന് അയയുകയാണ് മുതിർന്ന നേതാക്കൾ. KPCC നേതൃത്വം ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിയില്ല, സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുന്നു.